ഇത് വൈറലായ വീഡിയോ അല്ലേ? ഇത് ഈ വീഡിയോ വൈകിട്ട് 4 മണിക്ക് ടൗൺ ഹാൾ. ഈ വീഡിയോ ആക്ച്വലി എനിക്ക് അയച്ചു തന്നത് ഞാൻ ഉറങ്ങി എണീറ്റപ്പം ദിയയുടെ മിസ് കോള്. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ വേഗം ഇൻസ്റ്റ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇൻസ്റ്റ നോക്കിയപ്പോ ഈ വീഡിയോ. അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു. എന്തൊരു കഷ്ടം, ഇത്രയും കാലം ഉണ്ടായിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ഗോസിപ്പും കേട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗോസിപ്പ് ഞങ്ങൾ മീൻസ് എന്നെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറെ അത് പറഞ്ഞ് ചിരിച്ചു. പിന്നെ എന്താ എനിക്ക് തോന്നുന്നു ഞങ്ങള് ഒരു പ്രാവശ്യം ഞങ്ങൾ എവിടെയോ പുറത്ത് എവിടെയോ പോയപ്പോ ഇങ്ങനെ ഈ വീഡിയോ വെച്ചിട്ട് ഒരാള് നമ്മളെ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തു. അതൊരു ഫൺ. ജീപ്പി ചേട്ടൻ എങ്ങനെയാ? ജീപ്പി ചേട്ടൻ ഇപ്പൊ നമ്മള് പുറത്ത് കാണുന്ന അതേപോലൊക്കെ തന്നെയാ, ഭയങ്കര ഫൺ എന്റർടൈനർ. വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാ. ജീപ്പി ചേട്ടൻ ഭയങ്കര പോസിറ്റീവ് ആണോ? ഏയ് ഒരു ചെറിയൊരു സൂത്രം കാണിച്ചു തരാം. ഇതല്ലല്ലോ, ഒരു മിനിറ്റ്. അതാണ് അവളുടെ മാനസികാവസ്ഥ. അത് ജാടയല്ല, അവൾ അവിടെ അൺകംഫർട്ടബിൾ ആണ്. അപ്പൊ അവള് ചിരിച്ചു നിൽക്കില്ല, അവൾ അങ്ങനെ നടക്കുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ സുമതി വളവിന്റെ ഇതൊരു ജാടയാ. ഞാനിത് ഇനി പറയണ്ടെന്ന് വിചാരിച്ചൊരു സ്പേസ് ആണ്. കർണാടകയിലാണ് ഗോപിയൊക്കെ ജനിച്ചു വളർന്നത്. ഗോപിയുടെ അമ്മയൊക്കെ അവരൊക്കെ വിരാജ്പേട്ടിലാണ്. അവർ വീട്ടിലൊക്കെ കന്നഡയാ സംസാരിക്കാം. അപ്പൊ എനിക്കിത് ഇവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തിരിച്ചും കന്നഡ പറയാറില്ല. അപ്പൊ പറഞ്ഞു എനിക്കിപ്പോ നിങ്ങൾ ഇതല്ലേ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേക്കിട്ട് എന്റെ അടുത്ത് വളരെ ഫ്ലുവന്റ്. അവള് ഹസനിലാണ് പിന്നെ പഠിച്ചത്. ശരിക്കും പൂ വിരിയാൻ തുടങ്ങിയത് അവിടുന്നാണ്. അലോഷ്യസ് ഞാൻ കുറെ പരിപാടികൾ ചെയ്യായിരുന്നു. ഞാൻ ഒരു ടിബറ്റൻ ഡോക്യുമെന്ററി ഡയറക്ട് ചെയ്തു. അങ്ങനെ കുറെ ഷോർട്ട് ഫിലിംസ് കുറെ എണ്ണം ചെയ്തു. ഇത് വീട്ടിൽ അങ്ങനെയല്ല, വീട്ടില് നമ്മൾ സംസാരിക്കുന്നല്ല. ഇങ്ങനെ ആരെങ്കിലൊക്കെ വരുമ്പം നമ്മൾ മാത്രം സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ കന്നഡയിൽ പറയാം. അപ്പൊ ഈ ചേട്ടൻ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കന്നഡയിൽ പറയാം. എനിക്കത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ലൈക്ക് അമ്മയും ഞാനും അല്ലെങ്കിൽ അച്ഛനും അങ്ങനെയൊക്കെ സംസാരിക്കും. ചേച്ചി ഭയങ്കര എന്താ സ്ട്രേറ്റ് ഫോർവേഡ്, ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാന്ന് തോന്നുന്നു. ലൈക്ക് എനിക്ക് എന്റെ മനസ്സിലെന്താ അത് മുഖത്ത് പെട്ടെന്ന് അറിയും. അപ്പം അല്ല ഇപ്പൊ ചേച്ചി ഇപ്പൊ സാന്ത്വനത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴായാലും എന്താ നമുക്ക് ഉള്ളിൽ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് പെട്ടെന്ന് എന്റെ ഫേസിൽ വരും. അത് ഹൈഡ് ചെയ്യാൻ എനിക്ക് അറിയില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെറിയൊരു ചോദിക്കാൻ പോകുന്നത് സെയിം സാധനം തന്നെ നമ്മൾ ജീപ്പി ചേട്ടന്റെ അടുത്തും ചോദിച്ചതാണ്. ചേച്ചിയുടെ അടുത്ത് ചോദിക്കാൻ പോവാ. ഇപ്പൊ ഒരു ചെറിയൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ സെയിം സാധനം തന്നെ നമ്മള് ജീപ്പി ചേട്ടന്റെ അടുത്തും ചോദിച്ചതാണ്. ഓക്കെ, റൊമാൻറ്റിക് സീൻസ് ജീപ്പി ചേട്ടൻ ചെയ്യുമ്പോൾ അത് ചേച്ചി എത്രത്തോളം അണ്ടർസ്റ്റാൻഡിങ് ആണ് എന്ന്? അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ മീൻസ് നമുക്ക് അറിയാലോ ഈ ഫീൽഡിൽ നിൽക്കുമ്പം ലൈക്ക് അതിന്റെ ഷൂട്ടിങ്ങിന്റെ പ്രോസസ്സ് നമുക്കറിയാലോ. ഇപ്പം ഞാനും ചേട്ടനും കൂടെ റൊമാൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിട്ടേ ഇല്ല. ഈവൻ പല സീൻസും ട്രെയിലർ കാണുമ്പോഴാണ് ചേട്ടൻ ചോദിക്കുക നീ ഇങ്ങനെയാണോ ചെയ്തേ? അപ്പൊ നമുക്കത് അതിന്റെ മേക്കിംഗ് അറിയാലോ. പിന്നെ അതൊക്കെ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ലല്ലോ. ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. ഗോപിക കാണുമ്പോഴേ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടേ ഇരിക്കുകയാണ്. അപ്പോൾ പുതുമുഖത്തിൽ തന്നെയാണല്ലോ എപ്പോഴും. അപ്പോൾ അതിനകത്ത് ഈ ഒരു റൊമാൻറ്റിക് സീനൊക്കെ കാണുമ്പോൾ ഗോപികയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ആണല്ലേ? ഞാൻ ഇടപെട്ടിട്ട് പറയേണ്ടത് രണ്ട് ഫ്രെയിമാണ്, രണ്ട് സ്ഥലത്താന്നൊക്കെ പറഞ്ഞു. ഒരു ഇതില് ഒരു റൊമാൻറ്റിക് സീൻ കണ്ട സംവിധായകൻ കഴിഞ്ഞ് വന്നിട്ട് അടികൂടല്ലേ എന്ന് പറഞ്ഞ് മാറ്റേണ്ട ഒരു ശരിക്കും അങ്ങനെ ഉണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം രണ്ടുപേരും പറഞ്ഞത് ഏകദേശം ട്രോൾസ് ഒക്കെ കാണാറുണ്ടോ? ട്രോൾസ് ഇങ്ങനെ ആരെങ്കിലും അയച്ചു തരുമ്പോ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ശിവാഞ്ജലി ട്രോൾസ് ആണ് ഏറ്റവും കൂടുതൽ. അത് കാണുമ്പോ എന്തായിരുന്നു? അത് കാണുമ്പോ ആക്ച്വലി നല്ലതല്ലേ ട്രോൾസ് വരുന്നത്? നമ്മൾ അത്രയും നെഗറ്റീവ് ഇല്ല, നമുക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ ട്രോൾസ് ഇതുവരെ വന്നിട്ടില്ല. ലൈക്ക് എല്ലാം ഫൺ എന്നുള്ള രീതിയിലാ, ലൈക്ക് യങ്സ്റ്റേഴ്സ് വരെ എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ട്രോൾസ് ഇതുവരെ വന്നിട്ടുള്ളൂ. അങ്ങനെ ഹേർട്ട് ആവുന്ന ഒന്നും വന്നിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് അങ്ങനെ സൂചിക്കണ്ട. അത് എന്തായിരിക്കും? ഇത് ഞങ്ങള് മൂന്നാറ് പോയപ്പം എടുത്തിട്ടുള്ള ഫോട്ടോ. ഒരു 9 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 8 കണ്ടായിരുന്നോ ഫോട്ടോ? ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ ഒരു 2-3 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടുള്ള
ഒരു ട്രിപ്പായിരുന്നു. രണ്ടാളും ഭയങ്കര ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ട്രാവൽ ബഡി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഞങ്ങൾ കൂടുതൽ ഒരുമിച്ച് തന്നെയാ പോവാറ്. യാത്രയൊക്കെ പോകുമ്പോ ഇപ്പോഴത്തെ സ്ഥലങ്ങൾ പോവാനാ കൂടുതൽ എനിക്ക് ഹിമാലയാസ്, ബീച്ചസ്, മൗണ്ടൈൻ, കൂടുതലും മൗണ്ടൈൻ ആണ് ഇഷ്ടം. ആണോ? അങ്ങനെ ഓക്കെ, നമുക്ക് അടുത്തൊരു മറ്റൊരു കുട്ടിപ്പൊക്കലിലോട്ട് പോവാം. ആരുടെയാ? ചേട്ടൻ്റെ തന്നെ എനിക്ക് വീണ്ടും മറ്റേ ചന്ദ്രകാന്തം സീരിയലിലുള്ള പുള്ളിക്കാരനാണ് സൗരവ് എന്ന് പറഞ്ഞിട്ട്. കാര്യം ചന്ദ്രകാന്തം സീരിയൽ വന്നപ്പോൾ അതിന്റെ ഒരു പ്രൊമോയിൽ ആദ്യം പുള്ളി വന്നപ്പോഴത്തേക്കും അതിന്റെ അടിയിൽ മൊത്തം ഇത് സാന്ത്വനത്തിൽ കണ്ണനല്ലേ കണ്ണനല്ലേ എന്ന് പറഞ്ഞ് കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് അവനിങ്ങനെ ഇത് എടുത്തു നോക്കിയ സമയത്ത് ഇത് എന്താണ് ഇത് ആരാണ് ഈ കണ്ണൻ എന്നുള്ള രീതിയിൽ ഇവന് അവൻ കാണില്ലായിരുന്നു സാന്ത്വനം. അങ്ങനെ അവൻ കണ്ടപ്പോഴത്തേക്കാണ് ഇവനാണെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അങ്ങനെ ഇവൻ അതായത് ഇവൻ ലൊക്കേഷനിലുള്ള ചന്ദ്രകാന്തം ലൊക്കേഷനിലുള്ള എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള വേറെ മേക്കപ്പ് അസിസ്റ്റന്റ് പയ്യന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ എനിക്ക് ഫോട്ടോ എടുത്ത് എടാ നിന്റെ ഡ്യൂപ്പ് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തു തരുമായിരുന്നു. ഞാൻ പറയാം എടാ എന്നെക്കാരും നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോണ്ടാക്ട് എടുത്തു. ഞങ്ങള് ഇവിടെ വെച്ച് എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്തു. അന്ന് എടുത്ത ഫോട്ടോ. ഓക്കെ, അപ്പൊ അച്ചു ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ചുവിന് പൊതുവെ കിട്ടുന്ന പേരുകളൊക്കെ ഭയങ്കര ക്യൂട്ട് നെയിംസ് ആയിരിക്കും. ഇപ്പൊ കണ്ണൻ, കുഞ്ഞനിയൻ, അതെ അച്ചു, അതെ അങ്ങനെ അതല്ലേ അറിയുള്ളൂ. സാധാരണ മരങ്ങോടൻ മറ്റേ അങ്ങനെയുള്ള മറ്റേ പാപ്പിക്കുഞ്ഞ് അങ്ങനെയൊക്കെ. വാനമ്പാടിയിൽ ഞാൻ ഒരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. വാനമ്പാടിയില് വാനമ്പാടിയിലാണ് മരങ്ങോടൻ. ഇതിലെന്തായിരുന്നു? ഇതിലെന്തോ ഇങ്ങനെ കളിയൊക്കെ കളിക്കായിരുന്നല്ലോ. വേറെന്തോ ഒരു പേര് വിളിക്കായിരുന്നു. അല്ല ഈ സാന്ത്വനത്തിലൊരു പേര് വിളിക്കായിരുന്നു. ഞാൻ സേഫ് ആയിട്ട് ഇപ്പുറത്തോട്ട് മാറി. ഓക്കെ, അടുത്തത് ഓക്കെ എനിക്കാ ഇത് ഇവര് ഫസ്റ്റ് അതെ നമ്മള് വീട്ടിലോട്ട് ഷിഫ്റ്റ് ആയിന്ന് പറയാൻ പറ്റില്ല. ഇവരും കൂടെ വന്നിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തതും ഒക്കെ. അപ്പൊ ഫസ്റ്റ് ടൈം ചേട്ടൻ പിന്നെ പോയി വന്നു, ചേച്ചി ഉണ്ടായിരുന്നു. ചേട്ടൻ അതിന്റെ ഇടയിൽ വീട്ടിൽ പോയിട്ട് വന്നു. അപ്പം പോകുന്നതിന്റെ അന്ന് ഇവര് വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിന്റെ അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ എടുത്ത ഫോട്ടോ. ഓക്കെ, ഗോപുരം ആരുടെ ഒരു പ്ലാൻ ആയിരുന്നു? അവര് പേര് ആരാ സജസ്റ്റ് ചെയ്തത്? ചേട്ടന്റെ അച്ഛൻ, ജിപ്പി ചേട്ടന്റെ അച്ഛൻ. ഓക്കെ, അതിലെ ഓരോ പ്ലാൻസും ആരായിരുന്നു കൂടുതൽ മാസ്റ്റർ ബ്രെയിൻ? നമുക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, എന്താ പറയാ, ഇപ്പൊ നമ്മള് ഹോട്ടലിലൊക്കെ നിൽക്കുമ്പം ഉള്ള പോലത്തെ ഒരു ഇന്റീരിയർ വേണ്ട, കുറച്ചും കൂടെ ഇങ്ങനെ കോസി ഫീൽ, നല്ല കളർഫുൾ വൈബ്രന്റ് അങ്ങനെ ഒരു ഇത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ അതിന് വേണ്ട ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് നമ്മള് ഹോം ടൂറിൽ കണ്ടു, ഫ്ലാറ്റും എല്ലാം കണ്ടായിരുന്നു. നല്ല ഭയങ്കര മെയിൻറ്റൈൻഡ് ആയിട്ടാ കൊണ്ടുപോകുന്നത്. ആരാണ് അതിന്റെ പിന്നില്? ഇന്നെന്തോ ഒതുക്കിയിട്ടല്ലായിരുന്നോ? പിന്നെ പേരൻസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ട്. അപ്പൊ എല്ലാരും ഹെൽപ്പ് ചെയ്യും, ഇവരും എല്ലാരും ഉണ്ടായിരുന്നു, ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ സജിൻ ചേട്ടൻ പറഞ്ഞല്ലോ ഷഫ്ന ചേച്ചി ഭയങ്കര വൃത്തിയാണ്. അതെ, അതുപോലെ അവിടെ വന്നിട്ടും വൃത്തിയാക്കാറുണ്ട്. ഗോപുരയിൽ വന്നിട്ട് പിന്നെ ജീപ്പി ചേട്ടൻ എങ്ങനെയാ? ഭയങ്കര ചേട്ടൻ അങ്ങനെ ഭയങ്കര വൃത്തിൻ്റെ ആളല്ല, പക്ഷെ ഇപ്പൊ മെല്ലെ മെല്ലെ ആക്കി വരുന്നുണ്ട്. ഓക്കെ, അടുത്ത ഫോട്ടോ കഴിഞ്ഞു ലാസ്റ്റ് വണ്ണ. ഇത് സ്ഥിരാണ്. ചേച്ചി ചിപ്പി ചേച്ചി റെഡി ആയി കഴിഞ്ഞ് നമ്മുടെ റൂമിൽ വന്നിരിക്കും. ഇതുപോലെയാണ് സ്ഥിരം ഇങ്ങനെ അവിടെയാണ് ഹാപ്പനിങ്. എല്ലാരും കൂടി ഇരുന്ന് വർത്താനം പറയലും